അർജന്റീനയുടെ തോൽവി കാണാൻ ഇരുന്നവരെല്ലാം എവിടെയാണ്? വിമർശനങ്ങളുടെയും പരിഹാസങ്ങളുടെയും വിവാദങ്ങളുടെയും അകമ്പടിയോടെ ഈ പ്രഭാതത്തെ സ്വീകരിക്കാൻ കാത്തിരുന്നവർ സ്വയം അങ്ങ് ഉരുകിത്തീർന്നു കാണുമല്ലേ? മത്സരത്തിൻ്റെ 10-ാം മിനിറ്റിൽ മാക്കലിസ്റ്ററുടെ ഹെഡറും ഹൂലിയൻ്റെ മഴവില്ലും മാർട്ടിനസിൻ്റെ അവസാന താണിയും നിങ്ങളുടെ ഹൃദയം മുറിച്ചല്ലേ കടന്നുപോയത്. കൺകുളിർക്ക് ദർശിക്കുക, ഇത് അർജന്റീനയാണ്, ഇതവരുടെ ബ്രഹ്മാണ്ഡ താണ്ഡവവും. നിങ്ങളുടെ ടീമുകൾ വീണുപോയതിന് പരിഹാരം അപവാദങ്ങളല്ല. നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് കോട്ടകൾ കെട്ടാം, പക്ഷേ അവർ തങ്ങളുടെ കാൽപ്പാടുകൾ കൊണ്ട് ചരിത്രം കുറിച്ചുകൊണ്ടേയിരിക്കും. സ്വിറ്റ്സർലൻഡിനെ തകർത്ത് അർജന്റീന മുന്നേറുമ്പോൾ അത് മെസ്സിയുടെ പ്രതിഭയിലെ മാത്രം വിജയമല്ല, മറിച്ച് അപവാദങ്ങളുടെ കനലിൽ വെന്തുരുകി പാകപ്പെട്ട ഒരു ജനതയുടെ പോരാട്ടം കൂടിയാണ്. സെമി ഫൈനലിൻ്റെ പടിക്കലെത്തി നിൽക്കുമ്പോൾ ഈ ടീം നിങ്ങളോടും ഈ ലോകത്തോടും വിളിച്ചു പറയുന്നത് ഒന്നേ ഒന്ന് മാത്രം: പ്രതിഭയെ നിങ്ങൾക്ക് തളർത്താം, പക്ഷേ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന്. ചരിത്രം എപ്പോഴും വീണവരുടെ കഥകൾ മറക്കാറുണ്ട്, എന്നാൽ വീണിടത്തു നിന്നും എഴുന്നേറ്റവരെ അത് അനശ്വരമാക്കും. ഗ്രീക്ക് പുരാണങ്ങളിലെ ഫിനിക്സ് പക്ഷിയെ പോലെയാണ് ചില മനുഷ്യർ. സ്വന്തം ചിറകുകൾ കത്തിയമരുമ്പോഴും ആ ചാരത്തിൽ നിന്നും കൂടുതൽ കരുത്തോടവർ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. 2016 ഇതേ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഒരു പകലിൽ കണ്ണീരോട് അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറഞ്ഞ 19കാരനെ ലോകം ഓർക്കുന്നുണ്ടാകും. ഇനി കഴിയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയവർക്ക് മുന്നിൽ 10 വർഷങ്ങൾക്കുമിപ്പുറം 2026 മെസ്സി അർജന്റീനയെ സെമിയിലേക്ക് നയിക്കുമ്പോൾ അതൊരു വെറും വിജയം മാത്രമല്ല, മറിച്ച് കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ്. അപവാദങ്ങളുടെ കനലിൽ വെന്തുരുകി പാകപ്പെട്ട ഒരു ജനതയുടെ വലിയ പോരാട്ടം. റോമ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൽ നിന്നും പുതിയ സംസ്കാരങ്ങൾ ഉദയം ചെയ്തതുപോലെ ഓരോ വിവാദങ്ങൾക്ക് ശേഷവും കൂടുതൽ ശക്തമായി തിരിച്ചു വരുന്ന അർജന്റീന തങ്ങളെ ഇന്നോളം വേട്ടയാടിയ അപവാദങ്ങളുടെ പുകമറകളെല്ലാം ഈ നീലയും വെള്ളയും ജേഴ്സിയുടെ തിളക്കത്തിന് മുന്നിൽ ഉരുകിത്തീരുകയാണ്. പ്രായം 39 എത്തി നിൽക്കുമ്പോൾ മങ്ങാത്ത കളിയാളുമായി തളരാത്ത മനസ്സുമായി ആ 10-ാം നമ്പറുകാരൻ മൈതാന മധ്യത്തിൽ അർജന്റീനയുടെ നായകനായി നിൽക്കുമ്പോൾ അവർ എങ്ങനെയാണ് പരാജയപ്പെടുക? ഇത് കേവലം ഒരു സെമി ഫൈനൽ പ്രവേശനമല്ല, കാൽപന്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുന്ന സുവർണ അധ്യായമാണ്. കിരീടത്തിലേക്കുള്ള ദൂരം ഇനി അധികമില്ല. ചാരത്തിൽ നിന്നും ഉയർന്നു പറന്ന ആ ഫിനിക്സ് പക്ഷി അതിൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് ചിറകടിച്ചു വരികയാണ്. തർക്കങ്ങൾ നിങ്ങൾക്ക് ഇനിയും തുടരാം, കാരണം ചരിത്ര പുരുഷന്മാർ എന്നും ജീവിച്ചിരുന്നത് തർക്കങ്ങൾക്കും സംശയങ്ങൾക്കും മുകളിൽ തന്നെയാണ്. കാൽക്കീഴിലെ പന്തിനെ കവിതയാക്കുന്ന ആ ജാഗരൂകർ വീണ്ടും നടക്കുകയാണ് 2-ാം കിരീടത്തിലേക്ക്, ഫുട്ബോളിൻ്റെ ഏറ്റവും മികച്ച അനശ്വരതയിലേക്ക്.